ഈ സഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പൊ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ഈ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞ് ഈ വിഷയം തുടങ്ങുന്നത് എവിടാ? രേണു സുധി വിഷയത്തിലാണ്. ഇവള് കാരണം തന്നെയാണ് ഇപ്പം ഇത് വീണ്ടും സംഭവിച്ചത്. കാരണം സഫയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇവള് ഉടായിപ്പാണ്, അത് വേറെ കാര്യങ്ങൾ. ഇവിടെ രേണു സുധി മെമ്പർഷിപ്പിനെ കുറിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ പല ആൾക്കാരും മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അത് പോയി കാണാനാണെങ്കിലും ആൾക്കാരുണ്ട്. കാരണം പൈസ 350, 399, 499 രൂപ, ചിലപ്പോൾ അത് കൂട്ടി 899 ആക്കുകയൊക്കെ ചെയ്യും. ഇവള് കാരണം ഇപ്പൊ ബലിയാടായത് ഒരു പെണ്ണും കൂടാണ്. പിന്നെ ഇവള് ഭർത്താവുള്ള സമയത്ത് ലല്ലു എന്ന് പറയുന്ന ഒരുത്തിനുമായിട്ട് റിലേഷനും കാര്യങ്ങളും ആയിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്നലെ ലീക്ക് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വേണ്ട അവളും മെമ്പർഷിപ്പ് തുടങ്ങിയിരിക്കുക. ഞാനത് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ ആ പെണ്ണ് മെമ്പർഷിപ്പ് വേണ്ടേ, നിങ്ങൾ അക്കൗണ്ട് ഒന്ന് നോക്കിയേ. ഇപ്പോൾ 390 രൂപയാണ്. ഇപ്പോൾ 10 പേര്, ഇന്നാണ് ആ ഒരു ഇത് തുടങ്ങിയത്. 10 പേര്. നിങ്ങൾ ആ സഫയെന്ന് പറയുന്ന അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 10 പേര് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് നാളെ അത് 100 ആവും, 30 300 ആവും. ഫസ്റ്റ് മിനിയുടെ ഒക്കെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ അറിയും ഇവർ തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, രേണു പറയുന്ന ബാക്കിയൊന്ന് വെക്കാം. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഡാനി ഇപ്പോഴും രേണുവിനെ ഒരിക്കലും അല്ല. 2 കാര്യത്തിലാ ചെറിയ ന്യായമുണ്ടായിരുന്നു എന്ന് തോന്നിയത് ഞാൻ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഞാൻ ഇവർക്കെതിരാണ്. 2 കാര്യത്തിലുണ്ടായിരുന്നു, അതെനിക്കറിയാം, എനിക്ക് പേഴ്സണൽ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാനത് പറഞ്ഞ ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അതിലോട്ടൊന്നും കൂടുതലൊന്നും സംസാരിക്കാനൊന്നും വരുന്നൊന്നുമില്ല. ഇവള് പറയുന്ന ബാക്കി വെക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷുവാണ്. എന്തുവാ എങ്ങനാ വരുന്നതെന്ന് ഒരു മിനിറ്റ്, എങ്ങനാ വരുന്നത്? ഒരു മിനിറ്റ്. ഓ ശേ, എങ്ങനാ വരുന്നതെന്ന് കൊലം കഷ്ണമായിട്ടോ? മനസ്സിലായില്ല. എന്തായാലും ബാക്കിയും കൂടെ കേക്കാം. ആ, കമ്പി കത്തി 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 ഓരോ സ്റ്റാറുകൾ പുറത്തു വരുന്നുണ്ടല്ലേ? അങ്ങനെ കമ്പി കത്തി 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 ഓരോ സ്റ്റാറുകൾ പുറത്താണ് ഇവളുണ്ടായത്. എന്തുവാടേ ഇത്? ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലായല്ലോ, ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ ഏത് മീനിങ്ങിലാണ് അവൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കമ്പി കത്തി കത്തി ഒന്നും കൂടെ വെച്ച് തരാം ഞാൻ അവിടെ കമ്പി കഥ. ആ, രേണു എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കാണിച്ചു തരാം. ആ, ഓരോ സ്റ്റാറുകളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതോ വിഷുവിനോ ഓണത്തിനോ എങ്ങാണ്ട് ഇതുപോലെ കമ്പി കത്തി കത്തി എങ്ങാണ്ട് സ്റ്റാറുകൾ പുറത്തു വന്നിട്ടുണ്ടായ മോളെ. ഇവിടെയൊക്കെ എന്തോ പറയണം, നാറിയൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് കൊണയടിക്കുന്ന കണ്ടില്ലേ? ഓക്കെ, ഇത് സഫയുടെ സബ്സ്ക്രിപ്ഷൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇവിടെ കണ്ടു കാണുമല്ലോ. ഇപ്പം ഫസ്മിനയുടെ ഹസ്ബൻഡാണ് ഈ പറയുന്ന ലല്ലു എന്ന് പറയുന്നത്. ലല്ലുവിൻ്റെ കൂടെ നൈസായിട്ട് നിന്ന് അവനുമായിട്ടും അടിച്ച് പിരിഞ്ച് വേണ്ടേ ഇപ്പം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കൊള്ളാം. എല്ലാവർക്കും ഇപ്പോൾ അവസാനം വരുമ്പോൾ ഇതാണല്ലോ, ഇത് ഇവൾ ഒരുത്തി കാരണമല്ലേ ഈ പ്രശ്നം ഉണ്ടായി. സബ്സ്ക്രിപ്ഷൻ്റെ കൂടുതലും ചർച്ചയായത് രേണു സുധിയുടെ വിഷയത്തിലാണ്. അതിനുശേഷം എത്ര ആൾക്കാർ തുടങ്ങി? ഇവളൊരുത്തി കാരണം. ഓക്കെ, അത് മാത്രമല്ല വേണ്ടേ ഒരു അവിടെ വേറൊരു വീഡിയോ. ഇപ്പം ഇതാണല്ലോ, വിഷു ആണല്ലോ. വിഷു ആകുമ്പോൾ അമ്മച്ചിക്ക് തണ്ണി അടിക്കണമല്ലോ. പുള്ളിയുടെ ഇതാണ് സ്റ്റാറ്റസ്. എനിക്ക് ഒരാളുടെ അടുത്ത് തന്നതാ. നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. തണ്ണിയടി വിഷു അല്ലേ? അപ്പം ഇവിടെയൊക്കെ നിലവാരം എന്താണെന്ന് ഞാൻ പറയാൻ അറിയാലോ. ഞാൻ ഇവക്ക് അന്നും ഇന്നും ഇവിടെ ഞാൻ വിമർശിക്കുന്ന ഒരുത്തനാ. പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് മാത്രമാണ്. ഇതൊന്നും ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് മെഹനാസ് ആണേ. മെഹനാസിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇന്നലെ എനിക്ക് നല്ല വിഷമമായിരുന്നു. മെഹനാസിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പറയുന്ന സഫയുടെ ഹസ്ബൻഡാണ് ഈ പറയുന്ന മെഹനാസ്. അവൻ ഇന്നലെ കരഞ്ഞ് മെഴുകുമായിരുന്നു. ഈ ലല്ലു അവിടെ കൂടെ അവീതവും കാര്യങ്ങളൊക്കെ നാട്ടുകാർ പൊക്കിയപ്പോഴത്തേക്ക് അണ്ണനങ്ങ് കരഞ്ഞങ്ങ് മെഴുകുമായിരുന്നു. അത് ഞാൻ അറിഞ്ഞു വെച്ച് നോക്കും ഇവന് വല്ല വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം തന്നെ അവൻ കാറിൽ വന്നിട്ട് കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് വെക്കാം. നല്ല സാഡായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ക്ഷീണമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ എണീച്ചു. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ,
നമ്മള് പറഞ്ഞ കാര്യങ്ങളോ ഒരാള് ഒരു വൈഫിനെ പറ്റി ഒരിക്കലും ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല. ഒരു ഭർത്താക്കന്മാരും പറയുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഓക്കെ, വെറുതെ സ്നേഹിക്കണ ഒരു വ്യക്തിനെ പറ്റി ഇല്ലാത്ത പറയുന്ന സ്വഭാവം ക്യാരക്ടർ എനിക്കില്ല. നമ്മള് പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞത്, ഈ പറയണ നാറിയില്ലല്ലോ എന്തൊക്കെയാന്ന് പറഞ്ഞുണ്ടാക്കിയത്. അതായത് ഷിബിൽ, എന്താ ഫുൾ നെയിം എന്താ, മുഹമ്മദ് ഷിബിൽ എന്ന് പറയണ ആ ചേറ്റ പറഞ്ഞേക്കണ കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നു. നമ്മള് നാജി എന്ന് പറയുന്ന വേറൊരു കുണ്ടനെ കൊണ്ട് നമ്മൾ തല്ലി പറയിപ്പിച്ച് ആ നാജി പറഞ്ഞേക്കണ കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നില്ലേ? അതൊക്കെ ഓൻ സത്യസന്ധമായിട്ട് ഓൻ തന്നെ ഓപ്പൺ ആയിട്ട് നമ്മളെടുത്ത് പറയാം, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് നമ്മളത് മാറി നിൽക്കാം. ഇവിടെ നാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങള് ഫുള്ളായിട്ട് എന്താ പറയാ ഓടി നടക്കാണ്. ആ സമയത്ത് അവൻ തന്നെ പേടിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ അടി കൊള്ളിപ്പിക്കല്ല ഇതാക്കല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവനെ സേഫ് ചെയ്തത്. അങ്ങനെ ആ സേഫ് ചെയ്തിട്ട് പിന്നെ നമ്മള്, അതായത് അവൻ പറഞ്ഞ ഞാൻ സത്യം എല്ലാം പറയാം, ജനങ്ങള് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ ആക്ച്വലി അവൻ സത്യം പറയാന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് ആ സമയത്ത്. അപ്പോ അവനെ ഇന്നലത്തെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ അഭിനയമാണെന്നുള്ള രീതിയിലൊക്കെ എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ട്. കാരണം ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഇവൻ ആ കാര്യങ്ങളൊക്കെ മറന്ന് ഹാപ്പി ആയിട്ടാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ വന്ന് കരഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അഭിനയിച്ചതാണോ എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവളെക്കുറിച്ച്. അവനുള്ള സമയത്ത് അവനുമായിട്ട് റിലേഷൻ ആവുമെന്ന് പറയുമ്പോൾ അത്ര നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇവനത് കിട്ടണം. സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്തൊരു നാറിയായിരുന്നു ഇവൻ. സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു, തോന്നിയ പോലെ നടക്കുന്ന ഒരുത്തനായിരുന്നു. അവൻ്റെ ആദ്യ ഭാര്യ ജീവൻ വെടിഞ്ഞു, അതെല്ലാവരും അറിഞ്ഞല്ലോ. ആ സമയത്ത് ലൈവ് വന്നതാണ്. ഓക്കെ, ഇപ്പം സഫ മെമ്പർഷിപ്പും തുടങ്ങി സഫ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ലൈഫ് പോകുന്ന പോക്ക് കണ്ടില്ലേ? ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഓരോ പിള്ളേരെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളും ഓരോ അവന്മാരുടെ കൂടെ ഒക്കെ പോവുകയൊക്കെ ചെയ്യുമല്ലോ. പോയി കഴിഞ്ഞിട്ട് ഇതായിരിക്കും അവസ്ഥ. അവനെ പാകുന്ന വഴിക്ക് ഒരു സമയമാകുമ്പോൾ അവൻ വേറെ പെണ്ണുങ്ങളെ പിടിക്കാൻ പോകും. ഗതി കെട്ടിട്ട് ഈ പെണ്ണുങ്ങളൊന്നും കൊടുക്കും. ഒന്നെങ്കിൽ വേറൊരുത്തനുമായിട്ട് റിലേഷൻ ആവും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി ഇതുപോലുള്ള മെമ്പർഷിപ്പ്, ഇതുപോലുള്ള ഓരോ രേണുവിനെ പോലെ ഓരോ തവളുമാര് വന്നിട്ട് മെമ്പർഷിപ്പും പഴവും അതും ഇതും മറ്റേതെന്നും പറഞ്ഞ് വരും. എന്നിട്ട് അത് കണ്ടിട്ട് ഇതായിട്ട് പോയി അവളുമാരും തുടങ്ങും. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഈ മറ്റേ മോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ രേണുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇപ്പുറത്തുമുള്ള കുറ്റവാളികൾ അവന്മാരും രക്ഷപ്പെടും. പെടുമ്പോൾ രണ്ടുപേരും പെടണം. അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ ഒരു കാര്യത്തിൽ, ആ ചെക്കൻ്റെ കാര്യത്തിലാണെങ്കിലും ആ വിപിൻ എന്ന് പറഞ്ഞ നാറിയുടെ കാര്യത്തിൽ ഞാനതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ എൻ്റെ വീഡിയോ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് പോലും അത് മനസ്സിലായിട്ടില്ല. ഒരു മനുഷ്യന് പോലും. ഇപ്പോൾ ഈ മെമ്പർഷിപ്പിൻ്റെ കേസ് കേട്ട് നമ്മൾ സെർച്ച് ചെയ്ത് രേണുവിൻ്റെയാണ്. ഇപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് കഴിയുമ്പോൾ ഈ മെമ്പർഷിപ്പിൽ എല്ലാ ഒന്നും ഞാൻ കുറ്റം ചെയ്ത് പറയുന്നത്, ചില ആൾക്കാർ ഡീസൻ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഇവറ്റുകളൊന്നും നന്നായി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ സഫ ടീംസൊക്കെ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. എനിക്കൊരു മടിയില്ല ഇത് പറയാനാണ്. ഓക്കെ, ഇവൻ്റെ കാര്യത്തിൽ ഇവനെ വെറുപ്പം എല്ലാവർക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവൻ അന്ന് പറഞ്ഞത് സത്യമായിരുന്നു. ഇവനെ ഞാനും കുറ്റം പറഞ്ഞ് സംസാരിച്ച, എല്ലാവരും കുറ്റം പറഞ്ഞ് സംസാരിച്ചതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മഹാനാസിന്റെ ഭാഗത്ത് ശരിയുണ്ട്. അവനുള്ള സമയത്തിൽ അവനുമായിട്ട് റിലേഷൻ ആയിരുന്നു. പക്ഷെ അത് പറയാൻ ഇവിടുത്തെ ആൾക്കാർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അവന്റെ സത്യം എനിക്കറിയാൻ വേണ്ടി നമ്മൾ മാറ്റി നിർത്തി ഓനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഇവര് പറഞ്ഞുണ്ടാക്കിയേക്കണത് തല്ലി പറയിപ്പിച്ചു. എന്തായി ഇപ്പം? അതൊക്കെ സത്യമായ കാര്യമാണ്. മനസ്സിലായോ? അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആ സമയത്ത് അവനെ ഞങ്ങൾ തല്ലിയിട്ടുള്ള പ്രൂഫും ഞങ്ങൾ പുറത്തു വിട്ടതാണ്. അതായത് ഫസ്മിനാന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോ, ആ സമയത്ത് എടുക്കുന്ന വീഡിയോയിൽ അവനൊരു പോറല് പോലും ഇല്ല. ഓക്കെ, എന്നിട്ട് അതിനെ പിന്നീട് ലല്ലു പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ, ഈ നാജിയും ലല്ലും ഇതാണ് ഇവരെ പരിപാടി. ഓരോ പെൺപിള്ളേരെയും കയ്യിലെടുത്ത് അവരെ യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത് പണം ഉണ്ടാക്കി മുങ്ങി നടക്കുക എന്നുള്ളതാണ് ഈ നാജിയുടെയും ഇവരുടെയും പണി. എന്നിട്ട്
അത് മാത്രമല്ല അതിനെ വെളുപ്പിക്കാൻ കുറെ മൈരന്മാരുണ്ട്. ആ കൂറന്മാരെ കഥ പറയേണ്ട ആവശ്യം എനിക്കില്ല. അത്രക്ക് ചെറ്റത്തരം ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഓക്കെ, അതിന് അപ്പുറത്തെ ഉടായ്പകളുടെ ടീമാണ്. അതൊക്കെ ഞാൻ പൊട്ടിച്ചു തരാം. ഞാൻ മൊത്തം എവിഡൻസ് അടക്കം, ഞാൻ എല്ലാ എവിഡൻസ് വെച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ഞാൻ അത് വെച്ചിട്ട് തന്നെ പറയാം. അതിന് ശേഷം ഈ ലല്ലു നാജിം പറഞ്ഞേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഉദാഹരണത്തിന് ലല്ലു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. ആ ഒരു വീഡിയോയിലൂടെ തന്നെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമ്മളത് പറയുകയും ചെയ്തതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ലൈഫ് പോകുന്ന പോക്ക് കണ്ടില്ലേ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓരോ വ്യക്തിയുടെ ലൈഫ് പോകുന്നതാണ്. ഈ പെൺപിള്ളേരാണെങ്കിൽ എടുത്തിയാടി ഓരോ ബന്ധത്തിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. അവസാനം അവനും ഇല്ല ഇവനും ഇല്ല വീട്ടുകാരും ഇല്ലെന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ സമൂഹത്തിൽ എന്താണ് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് കൊടുക്കുന്നത്? എനിക്കതാ പറയാനുള്ളത്. ഇവനാണെങ്കിലും ഇവന്റെ ഭാര്യയാണെങ്കിലും രേണുവാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ രേണുവിന്റെ കേസ് കേട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ DNA കേസ് കേട്ടാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് DNA കേസ് കേട്ട് അവർക്കൊരു നാണവമാനം ഇല്ലേ? ഞാൻ ആലോചിച്ചു പോയി. ഇപ്പുറത്തുനിന്ന് എന്താ പറയണ്ടേ? ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ DNA കേസ് കേട്ടെന്ന് വെച്ചാൽ കുഞ്ഞ് വളർന്നു വരിക, അവന് നാണക്കേടാ. ഇതുപോലെ DNAയുടെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അത് അതിൻ്റെ ഏറ്റവും വലിയ ചെറ്റത്തരം അത്. പിന്നെ മെമ്പർഷിപ്പ് ചേച്ചി കാണിക്കുന്ന ഓരോ തോന്നിയാസം, ഇതൊക്കെ ആ കൊച്ചു ചേർക്കൻ്റെ ഭാവി പ്രശ്നം വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ഈ ഒരു മെമ്പർഷിപ്പിന്റെ ഒരു കാര്യം കണ്ടപ്പോൾ ഞാനങ്ങ് ഇതായിപ്പോയി. ഇപ്പൊ സഫയം തുടങ്ങി, എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ പോകുന്നേ? ഈ പ്രജീഷ് കൈ വെച്ചിട്ടുണ്ടോ? അവരെല്ലാവരും ഇപ്പം മെമ്പർഷിപ്പിലോട്ടാണ്. ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഒരിക്കലും ഈ പറയുന്ന അവളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഗൈസ്, പറ്റില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ 0, 3, 4 എന്ത് വേണമെങ്കിലും പറഞ്ഞു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ഞാൻ കോണ്ടന്റ് ചെയ്യും, ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യും. നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും എന്നെ പറയാം, എനിക്കൊരു പുല്ലുമില്ല, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ വന്ന് എന്നെ മെഡിക്കുകയല്ല, വിഷയമേ ഇല്ല. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു ഓൾ.